2020 വേൾഡ് കപ്പിൽ അല്പം മുമ്പ് നടന്ന മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടിനെ വിറപ്പിച്ചുകൊണ്ട് കുഞ്ഞൻ ടീമായ നേപ്പാൾ കീഴടങ്ങി. 4 റൺസിനായിരുന്നു നേപ്പാളിന്റെ തോൽവി. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ അടിച്ചെടുത്തത് 184 റൺസാണ്. ജേക്കബ് ബദേലാണ് അവരുടെ ടോപ്പ് സ്കോറർ. 35 പന്തിൽ 55, ഹാരി ബ്രൂക്ക് 32 പന്തിൽ 53, വിൽ ജാക്സ് 18 പന്തിൽ 39 എന്നിങ്ങനെയായിരുന്നു അവരുടെ ബാറ്റിംഗ് നിരയിൽ ഏറ്റവും കൂടുതൽ റൺസ് എടുത്തവരുടെ സ്കോറുകൾ. എന്നാൽ മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ നേപ്പാളിന് 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 180 റൺസ് എടുക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ. ദീപേന്ദ്ര സിംഗ് ആണ് അവരുടെ ടോപ്പ് സ്കോറർ. 29 പന്തിൽ 44, ലോകേഷ് ബാൻ 20 പന്തിൽ 39 റൺസും രോഹിത് പൗഡൽ 34 പന്തിൽ 39 റൺസ് എടുത്തെങ്കിലും അവർക്ക് 184 എന്ന വിജയലക്ഷ്യം മറികടക്കാനായില്ല. അവസാനം 3 ഓവറിൽ 46 റൺസ് ആയിരുന്നു നേപ്പാളിന് വേണ്ടിയിരുന്നത്. ജോഫ്ര ആർച്ചർ എറിഞ്ഞ 18ാമത്തെ ഓവറിൽ 22 റൺസാണ് നേപ്പാൾ അടിച്ചെടുത്തത്, 3 സിക്സ് ഉൾപ്പെടെ. പിന്നീട് 2 ഓവറിൽ അവർക്ക് ജയിക്കാൻ 24 റൺസ് എന്ന നിലയിലേക്ക് എത്തി. 19ാമത്തെ ഓവറിൽ അവർ 14 റൺസ് അടിച്ചെടുത്തു. അവസാന ഓവറിൽ ജയിക്കാൻ വേണ്ടിയിരുന്നത് 10 റൺസാണ്. സാം കറൻ മികച്ച രീതിയിൽ പന്തെറിഞ്ഞതോടെ അവർക്ക് വെറും 6 റൺസ് മാത്രമേ അവസാന ഓവറിൽ അടിച്ചെടുക്കാനായുള്ളൂ. അങ്ങനെ ഇംഗ്ലണ്ടിനെ നന്നായി വിറപ്പിച്ച ശേഷം നേപ്പാൾ കീഴടങ്ങി. ഈ വേൾഡ് കപ്പിൽ കുഞ്ഞൻ ടീമുകൾ എന്ന് നമ്മൾ വിളിക്കുന്നവർ മികച്ച പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്കെതിരെ USA-യും പാകിസ്ഥാനെതിരെ നെതർലൻഡ്സും ഇപ്പോഴിതാ ഇംഗ്ലണ്ടിനെതിരെ നേപ്പാളും മികച്ച പ്രകടനമാണ് പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്.